സ്കൂളിൽ പോകാതെ ഇങ്ങനെ നടക്കാണ്. പക്ഷെ ഞങ്ങളെ നോക്കാൻ 1 മുതൽ 4 വരെയുള്ള കുട്ടികളെ നോക്കാൻ ഒരു ചേട്ടനുണ്ട്, 5 മുതൽ 7 വരെ നോക്കാൻ വേറൊരു ചേട്ടനുണ്ട്, 8, 9, 10 കുട്ടികൾക്ക് ആരുമില്ല. അവർ സ്വയം നോക്കുക, അവർ സ്വയം എന്ത് ചെയ്യണം, അന്വേഷിക്കാൻ. അങ്ങനെ എനിക്കൊരു പ്രശ്നമുണ്ട്. രാത്രി കിടക്കുന്ന സമയത്ത് സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങൾ പൂവണിയും ഞാനങ്ങനെ പായയിൽ മുള്ളുകയും ചെയ്യുന്ന ഒരു അനുഭവം എനിക്കുണ്ട്. ഈ മുള്ളുന്നവർക്കെല്ലാം പിറ്റേന്ന് ആ ചേട്ടന്റെ വക ക്രൂരമായ വർധന, ഈ വയറൊക്കെ ചുറ്റിയിട്ട് നിറയെ തല്ലും. എനിക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. അങ്ങനെ മുള്ളുന്നവർക്ക് അടി കിട്ടുന്നു, അവര് മുള്ളൽ അവസാനിപ്പിക്കുന്നു. പക്ഷെ അടി കിട്ടുന്നതിനനുസരിച്ച് എന്റെ മുള്ളൽ കൂടി 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 വന്നു. ഒരു ദിവസം എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ, ഇത് അവസാനിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. നീ എന്ത് ചെയ്താൽ മതി, വെള്ളം കുടിക്കാതിരുന്നാൽ മതി, നീ മുള്ളില്ല. പക്ഷെ വെള്ളം കുടിക്കാതിരുന്നു. രാത്രിയുടെ ഏതോ യാമത്തില് ഉറങ്ങിപ്പോയി എന്ന് മാത്രമല്ല, മൂത്രമൊഴിക്കുകയും ചെയ്തു. പിറ്റേ ദിവസത്തെ അടിയിലാണ് എന്റെ ചുണ്ടിൽ ഇപ്പോഴും ഒരു പാടുണ്ട്. ഇരുമ്പ് കട്ടിലാണ്, 2 നിലയുള്ള കട്ടിലാണ്. ആ ചേട്ടൻ അങ്ങനെ പിടിച്ചിട്ട് കട്ടിലൊരൊറ്റടിയ, ഇപ്പോഴും ആ ചുണ്ടില് ആ മുറിവുണ്ട്. അടുത്ത ദിവസം ഞാൻ തീരുമാനിച്ചു, ഉറങ്ങിയാലാണല്ലോ സ്വപ്നം കാണുന്നത്, അങ്ങനെയാണല്ലോ മൂത്രമൊഴിക്കുന്നത്, ഞാൻ ഉറങ്ങാതിരിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അന്നും ഒരു സമയം കഴിഞ്ഞപ്പോ മയങ്ങിപ്പോയി. പെട്ടെന്ന് എന്റെ തുടയിൽ മൂത്രത്തിന്റെ ചൂട് അനുഭവിച്ചറിഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു. ഭാഗ്യത്തിന് നിക്കറിന്റെ കുറച്ച് ഭാഗം മാത്രമേ നനഞ്ഞിട്ടുള്ളൂ. ഓടി വാതിലിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ആ വലിയ സത്യം തിരിച്ചറിഞ്ഞത്. എനിക്ക് വാതിലിന്റെ ആ കൊഴുത്തെടുക്കാനുള്ള ഉയരം ഇല്ല. അപ്പോൾ നോക്കുമ്പോണ്ടാ ഭീമാകാരനായ ചേട്ടൻ അവിടെ കിടക്കുക. മൂത്രമാണെങ്കിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഉറക്കമാണ്. ഞാനൊരു ബുദ്ധി ആലോചിച്ചു. കാരണം മൂത്രം ഒഴിച്ച് നനഞ്ഞു കിടന്നാലാണല്ലോ പ്രശ്നം. വാതിലിന്റെ അടിയിൽ ചെറിയ ഒരു വിടവ് കണ്ടു. അതുവഴി പുറത്തേക്ക് മൂത്രമൊഴിച്ച് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം വന്നത്. ചരിവ് അകത്തേക്കാണ്. പുറത്തേക്ക് പോയ മൂത്രം അതേ വേഗത്തിൽ തിരിച്ചു വരികയാണ്. ഞാന് പെട്ടെന്ന് കൈ കൊണ്ട് ഈ മൂത്രം പുറത്തേക്ക് തള്ളി വിടുകയാണ്. ഈ ശബ്ദം കേട്ടിട്ട് ഈ മനുഷ്യൻ എഴുന്നേറ്റു എന്ന് മാത്രമല്ല, എന്റെ ഈ പരിപാടി കണ്ടിട്ട് ഒരു പഴം തുണിയെ ചവിട്ടി പിടിക്കും പോലെ എന്നെ ആ മൂത്രത്തിൽ ചവിട്ടി പിടിച്ചു എന്ന് പറഞ്ഞില്ല, അദ്ദേഹം തുടയ്ക്കുന്നത് പോലെ അതെന്ത് ചെയ്തു, എന്നെ തുടച്ചു. വാതിൽ തുറന്നിട്ട് ഒരു ഫുട്ബോൾ തട്ടി എറിയുന്നത് പോലെ പുറത്തേക്ക് തട്ടി എറിഞ്ഞു. ഞാൻ പുറത്തേക്ക് വീണു. എന്നിട്ട് മനുഷ്യൻ വാതിൽ വലിച്ചടക്കുകയാണ്. 4.5 വയസ്സാണ് എന്റെ പ്രായം. ഞാന് പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ഇരുട്ടാ, പട്ടിയുടെ ഓരിയിടലൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഞാൻ വാതിൽ വന്ന് അടിച്ച് നിലവിളിച്ചു. അപ്പോഴുടനെ വാതിൽ തുറന്നിട്ട് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇരുട്ടിലേക്ക് ഓടി. പിറ്റേ ദിവസം മുതൽ ഞാൻ മൂത്രമൊഴിച്ചില്ല. അദ്ദേഹം പറയുന്നത് എന്റെ ഈ ട്രീറ്റ്മെന്റ് കൊണ്ടാണ് ഇവൻ മൂത്രമൊഴിക്കാതായത്. കാലങ്ങൾ കഴിഞ്ഞു, ഒരുപാട് കാലം കഴിഞ്ഞു. ഞാൻ വിവാഹം കഴിച്ചു, ഭാര്യ, 2 മക്കൾ ഒക്കെ ആയി. ഞാനിങ്ങനെ കുടുംബം വളരുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഞാനൊരു കാര്യം കാണുന്നത്, എന്റെ ഭാര്യ എന്റെ മൂത്ത മകനെ കട്ടിലിൽ മുള്ളിയതിന് ടോയ്ലറ്റിൽ കൊണ്ട് നിർത്തി ശാസിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് എന്റെ ഭൂതകാലം ഓർമ്മ വന്നു. ഇവനിങ്ങനെ നിൽക്കുക, തുണി നൂലില്ലാതെ അവൻ നിൽക്കുക. ഞാൻ ഓടിച്ചെന്ന് മൂത്രത്തിൽ നനഞ്ഞ എന്റെ മുള്ളിയാനെ ഞാനെടുത്ത് തോളിലിട്ടു. അപ്പൊ പറഞ്ഞു, ആ ബെസ്റ്റ് കേശിയ, നിങ്ങൾക്ക് 2 പേർക്കും ഒരേ മണം. ഞാനും മോനും വന്ന് പുറത്തെ സെറ്റിയില് സ്വസ്ഥമായിട്ട് ഉറങ്ങി. ഞാൻ ചോദിച്ചു, മോനെ എന്താ പറ്റിയേ? അപ്പ ലിറ്റിൽ കൃഷ്ണയിലെ ആ സർപ്പല്ലേ, അത് എഴഞ്ഞു വന്നു. അപ്പൊ ഞാൻ മൂത്രമൊഴിച്ചു പോയി. പക്ഷെ ഇത് എന്റെ അതേ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണെന്ന് ഞാൻ അവളോട് എങ്ങനെ പറയാം? അങ്ങനെ ഇരിക്കുകയാണ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ കഥ എഴുതുന്നത്. മുള്ളലിന്റെ മണം എന്ന കഥ ഞാൻ എഴുതുന്നു. എന്റെ ആദ്യത്തെ കഥ മുള്ളലിന്റെ മണം എന്ന കഥയിൽ ഇത് എഴുതി ഒളിച്ചു വെച്ചു. എനിക്ക് പേടിയാണ്. കാരണം ഇവിടെ വന്നതിന്റെ കണ്ടതിൽ എന്റെ ഏറ്റവും വലിയ സന്തോഷം അതാണ്.
എന്റെ അതേ ഫോട്ടോസ്റ്റാറ്റുകളാണ് നിങ്ങൾ. കാരണം എഴുത്തിന്റെ ലോകത്തേക്ക് ഒരിക്കലും പ്രവേശനം തരില്ല എന്ന് വലിയ വലിയ മുത്തപ്പന്മാർ പറഞ്ഞവർ ഒരു സ്വതന്ത്രമായിട്ട് വാതിൽ തള്ളി തുറന്ന് സ്വന്തം പുസ്തകവും സ്വന്തം സൃഷ്ടിയൊക്കെ ഇത് ആരുടെയും കുത്തകയല്ല എന്ന് പറഞ്ഞ് എഴുതുന്ന കുറച്ച് മനുഷ്യരെ കണ്ടപ്പോൾ സന്തോഷമാണ്. ഞാനിതൊക്കെ ഇങ്ങനെ കൂട്ടി 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 വെച്ചു. ഒരിക്കൽ ഒരു അധ്യാപക പരിശീലനത്തിൽ പോയപ്പോ ഒരു കൂട്ടുകാരിന്റെ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരി നല്ല സുന്ദരമായ മണം. അപ്പൊ ഞാൻ ഇങ്ങനെ സഖി കെട്ടി ഞാൻ അവരോട് ചോദിച്ചു, ഏതാ പെർഫ്യൂം എന്ന് ചോദിച്ചു. അപ്പൊ അവർ ഭയങ്കരമായിട്ട് ചിരിച്ചു. അവര് ബാഗിൽ നിന്ന് ഒരു ചെറിയ പെർഫ്യൂം എടുത്ത് എനിക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായി. അങ്ങനെയാണ് ഞാൻ എൻ്റെ പൂർവ്വകാലമൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ മനുഷ്യൻ എനിക്ക് ഇത് എഴുതിക്കൂടി. അങ്ങനെ അവളാണ് എൻ്റെ ആദ്യത്തെ കഥ ഒരു പ്രസാധകൻ അയച്ചു കൊടുക്കുന്നത്. അച്ചടിച്ചു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ കുറെ കഥകൾ അച്ചടിച്ചത് എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ചെറിയോ ഒരുപാട് മനുഷ്യർ ഫോൺ ചെയ്യുന്നു, ചിലർ വന്ന് ഫോട്ടോ എടുക്കുന്നു, ചിലർ കെട്ടിപ്പിടിക്കുന്നു. ഈ ഉടുപ്പ് ഷർട്ടൊക്കെ മേടിച്ചു തന്നത് ഈ കഥ വായിച്ച് ഇഷ്ടപ്പെട്ട മനുഷ്യരാട്ടോ. അപ്പോഴാണ് മനസ്സിലായത് കഥ നമ്മളെ മനുഷ്യരെ പിടിക്കുന്നവരാകും. കൂടുതൽ ഹൃദയങ്ങൾ സ്വന്തമായിട്ടുള്ള മനുഷ്യരാകും. നമുക്ക് നോക്കുമ്പോൾ അവരും നോക്കും, നമുക്ക് സന്തോഷിക്കുമ്പോൾ അവരും സന്തോഷിക്കും. നമുക്ക് വേണ്ടി കാത്തിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ കൂട്ടത്തെ നമുക്ക് തരാൻ ശേഷിയുള്ള ഒരു സാധനമാണിത് എഴുത്ത്. പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ എഴുതുന്നത് ഇങ്ങനെ കുറെ ആലോചിച്ചു നോക്കി കേട്ടോ. കുറെ ആലോചിച്ചു മനസ്സിലായി എന്റെ ഉള്ളിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതെനിക്ക് മറ്റുള്ളവരോട് പറയാൻ നല്ല മടിയുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ കരഞ്ഞു പോകുമെന്ന് തോന്നുമ്പോ കരയാതിരിക്കാൻ ഞാൻ കണ്ടെത്തിയ ഏറ്റവും മികച്ച സാധ്യതയാണ് കഥ എഴുതി. ഈ കഥ എഴുതി വെച്ചാൽ മാത്രം പോരാ, പിന്നെ ഇത് കൊടുക്കണമെന്ന് വെച്ചോളൂ. ഞാൻ കുറെ പ്രസാധകരുടെ പിന്നാലെയൊക്കെ ഇങ്ങനെ നടന്നു. ഒറ്റ ഒരാൾ എഴുതിയില്ല. എനിക്കൊരു പ്രസാധകൻ കത്തൊക്കെ എഴുതി, നിങ്ങളുടെ എഴുത്തിൽ പ്രസിദ്ധീകരിക്കാൻ പാകത്തിനുള്ള ഒരു സാധനമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങോട്ട് അയക്കണ്ടെന്നൊക്കെ പറഞ്ഞ പ്രസാധകൻ ഇന്നലെ വിളിച്ചു വെച്ചു, സാറേ നോവൽ പൂർത്തിയായോ, ഞങ്ങൾക്ക് തരാമോന്ന്.